My precious children of God, I greet each one of you in the mighty name of our Lord and Savior, Jesus Christ. വിലയേറപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയുള്ള നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. Today we are going to meditate Ephesians chapter 3 verse 20. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നമുക്കിന്ന് ധ്യാനിക്കാം. Let me read the verse for you. നമുക്ക് വായിക്കാം. Now to him who is able to do far more abundantly all that we ask or think. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. Yes, our God is able to supply all our need more than what we ask or think in our heart. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായി നമ്മുടെ ആവശ്യങ്ങളെ മാനിക്കുവാൻ ദൈവം ശക്തനാണ്. See, Matthew 6:8 says that our God knows the things you need before you ask നാം him. ചോദിക്കുന്നതിനു മുൻപേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നു എന്നാണ് മത്തായി 6:8 പറയുന്നത്. When you come into his presence, before you open your mouth, he knows what all the things you need. നിങ്ങൾ അവിടുത്തെ അടുക്കലേക്ക് വന്ന് വായി തുറക്കുന്നതിനു മുൻപേ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ അവിടുന്ന് അറിയുന്നു. Even then, my friends, he says, ask and it shall be given unto you. എന്നിട്ടും യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നാണ് അവിടുന്ന് പറയുന്നത്. So God wants us to ask whatever we need in our നമ്മുടെ life. ജീവിതത്തിൽ എന്തെല്ലാം വേണമോ അതൊക്കെയും യാചിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. Asking means praying. യാചിക്കുക എന്നാൽ പ്രാർത്ഥിക്കുക. So many people do not pray at all. മിക്കവരും ഒട്ടും പ്രാർത്ഥിക്കാറില്ല. They don't spend the time in prayer പ്രാർത്ഥനയ്ക്കായി അവർ സമയം ചെലവഴിക്കാറില്ല. or in Bible reading. വചനം വായിക്കാറില്ല. They enjoy their life talking to the women or men or families and spend the time talking nonsense. ആവശ്യമില്ലാതെ സംസാരിച്ചുകൊണ്ട് അവരുടെ സമയം അവർ പാഴാക്കി കളയുന്നു. No, my precious friends, look unto the Lord. ദൈവത്തിങ്കലേക്ക് നോക്കുക. Have the practice of looking unto the Lord. ദൈവത്തിങ്കലേക്ക് നോക്കുന്നത് And ശീലമാക്കുക. then he will come to help you and to supply all your need. അപ്പോൾ അവിടുന്ന് വന്ന് നിങ്ങളുടെ സകല ആവശ്യങ്ങളെയും മാനിക്കും. Philippians 4:19 says, God shall supply all your need according to his riches in glory by Christ Jesus. ക്രിസ്തു യേശുവിൽ അവിടുത്തെ മഹിമാധനത്തിനൊത്തവണ്ണം നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും തീർത്തു തരുമെന്നാണ് ഫിലിപ്പിയർ 4:19 പറയുന്നത്. In my life also I had to go through many suffering. എന്റെ ജീവിതത്തിലും പല കഷ്ടങ്ങളിലൂടെ കടന്നു പോകാൻ ഇടയായി. I lost my only daughter. എന്റെ ഏക മകൾ എനിക്ക് നഷ്ടമായി. The beginning of my married life I lost 2 children. എന്റെ വിവാഹത്തിന്റെ ആദ്യ സമയം എനിക്ക് 2 കുട്ടികളെ നഷ്ടമായി. So many deaths. പല മരണങ്ങൾ. But I cried unto the Lord. എന്നാൽ ഞാൻ കർത്താവിനോട് Father, നിലവിളിച്ചു. you are the one who can supply this need. പിതാവേ, ഈ ആവശ്യങ്ങൾ അവിടുന്നാണ് മാനിക്കേണ്ടത്. Yes, when we look to the Lord and praise him because we know that he is the only one who can supply our need. നമ്മുടെ ആവശ്യങ്ങളെ മാനിക്കുവാൻ അവിടുത്തേക്ക് മാത്രമേ കഴിയൂ. അവിടുത്തെ നോക്കി അവിടുത്തെയെ നാം സ്തുതിക്കണം. God bless me abundantly, my friends. സുഹൃത്തുക്കളെ, കർത്താവിനെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. Gave me a son, Paul Dinakaran. He is used by the Lord mightily even today. എനിക്ക് പോൾ ദിനകരൻ എന്ന മകനെ തന്നു. ഇന്നും കർത്താവ് അവനെ I ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. lost my daughter. എന്റെ മകൾ എനിക്ക് നഷ്ടമായി. But God gave me a daughter-in-law's daughter. ദൈവം എനിക്ക് ഒരു മരുമകളെ മകളായി തന്നു. Grandchildren, കൊച്ചുമക്കളെ തന്നു. they were girls. അത് പെൺകുട്ടികളാണ്. Great grandchild as girl. കൊച്ചുമകൾക്കും ഒരു മകളാണുള്ളത്. And through the EPG ministry, many girls. EPG മിനിസ്ട്രിയിലൂടെ അനേക പെൺകുട്ടികൾ. All of them are calling me Amma, mother like that. എല്ലാവരും എന്നെ അമ്മ എന്നാണ് വിളിക്കുന്നത്. The same God will bless you today, even now. അതേ ദൈവം ഇന്ന് നിങ്ങളെ ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കും. If you believe, you shall see the glory of God. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണും. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. Father, you know the hearts of your children. പിതാവേ, അവിടുത്തെ മക്കളുടെ ഹൃദയത്തെ നീ They might have അറിയുന്നു. lost so many things in their lives. അവരുടെ ജീവിതത്തിൽ പല ഛേദങ്ങൾ They might have ഉണ്ടായേക്കാം. lost their peace. They might സമാധാനമില്ലാത്തവരായേക്കാം. have lost many things. പലതും But നഷ്ടമായേക്കാം. God shall supply all their needs, Master. എന്നാൽ സകല ആവശ്യങ്ങളെയും ദൈവം മാനിക്കും. They may be looking into you. അവരവിടുത്തെ മുഖത്തേക്ക് Those who are നോക്കുകയാണ്. looking into you, just bless them, Father. അവിടുത്തിങ്കിലേക്ക് നോക്കുന്നവരെ അനുഗ്രഹിക്കണമേ. Supply all their needs. എല്ലാ ആവശ്യങ്ങളെയും Let മാനിക്കണമേ. them be blessed abundantly, just like me. എന്നെ പോലെ അവരും സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടട്ടെ. Hallelujah. ഹല്ലേലൂയ. You are doing that. നീ അത് You are ചെയ്യുന്നുവല്ലോ. blessing your children right now. ഇപ്പോൾ നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കുന്നുവല്ലോ. We give you all the glory. സകല മഹത്വവും അവിടുത്തേക്ക്. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.